വിമാന ടിക്കറ്റ് നിരക്ക് കൂടാൻ പോകുന്നുവെന്ന് ഡൽഹി ബ്യൂറോ അറിയിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്നാണ് ഈ ടിക്കറ്റ് നിരക്ക് ഉയരുമെന്ന് പറയുന്നത്. ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്കുകളുടെ പരിധി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഈ ഡിസംബറിൽ ഇൻഡിഗോ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണമാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. പ്രീമിയം പെട്രോൾ വില കൂടിയതോടെ രാജ്യത്ത് സാധാരണ പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. 2 ഇന്ത്യൻ LPG കപ്പലുകൾ കൂടി ഹോർമൂസ് കടലിലേക്ക് കടന്ന് ഇന്ത്യയിൽ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബൽറാം ധനക്കാടി വന്നിട്ടുണ്ട്. ബൽറാം നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം. നമ്മളെ ആശങ്കപ്പെടുന്ന റിപ്പോർട്ടുകളുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തീർച്ചയായും ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് രാജ്യത്തെ ആഭ്യന്തര വിമാന ടിക്കറ്റുകൾക്കുള്ള നിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഇൻഡിഗോ കമ്പനിയിലുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് രാജ്യത്തെ ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നിരുന്നു. കമ്പനികൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിരക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 65,000-ന് മുകളിൽ ടിക്കറ്റ് നിരക്ക് ആയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും ദൂരത്തിനനുസരിച്ച് ടിക്കറ്റ് നിരക്കിന് പരിധി നിശ്ചയിക്കുകയും ചെയ്തു. 7,500 മുതൽ 18,000 രൂപ വരെയായിരുന്നു ആ പരിധി. എന്നാൽ ആ ഒരു പരിധി എടുത്തു കളയാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിമാന കമ്പനികളുടെ സംയുക്ത സംഘടനയായ ഈ ഫെഡറേഷൻ ഓഫ് എയർലൈൻസ് ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ഈ നിരക്ക് പരിധി പിൻവലിക്കുന്നത്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം വിമാന കമ്പനികൾക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാക്കുന്നു എന്നും സർവീസുകൾ ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു, കൂടാതെ മറ്റ് ചെലവുകൾ വർദ്ധിക്കുന്നു എന്നും അതുകൊണ്ട് ഈ പരിധി പിൻവലിക്കണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ചാണ് നാളെ മുതൽ ഈ പരിധി പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ കമ്പനികൾക്ക് സ്വന്തം താല്പര്യത്തിന് അനുസരിച്ച് നിരക്ക് ഈടാക്കാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ രാജ്യത്ത് LPG പ്രതിസന്ധി അത് തുടരുകയാണ്. വാണിജ്യ LPG 50%-ഓളം സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ആശങ്ക നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. പ്രീമിയം പെട്രോളിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചത് സാധാരണ പെട്രോളിനും ഡീസലിനും വില വർധന ഇടയാക്കിയേക്കും എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതിനിടെ ആശ്വാസകരമായ ഒരു കാര്യം 2 LPG ടാങ്കറുകൾ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് നേരിയൊരു ആശ്വാസം ഈ LPG പ്രതിസന്ധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നൽകുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.